ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണക്ഷൻ ഫ്ലൈറ്റുകളെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് യാത്രയ്ക്കായിട്ട് കണക്ഷൻ ഫ്ലൈറ്റുകൾ നമ്മൾ ഈ ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് പല പല റീസൺ കൊണ്ടായിരിക്കാം. മേ ബി കോസ്റ്റ് നോക്കിയിട്ടോ, ട്രാവൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും അവരുടേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും. സോ അതിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു എബീസ് വ്ലോഗ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്താം. അതായത് ഒരു എ എന്ന് പറഞ്ഞൊരു എയർപോർട്ടിൽ നിന്ന് ബി എന്ന് പറഞ്ഞൊരു എയർപോർട്ടിലേക്ക് പോകാൻ അതിൻ്റെ ഇടയിൽ ഒരു എയർപോർട്ടിലും കൂടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താണ് കണക്ഷൻ ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് നമ്മൾ എയർലൈൻ വഴി നമ്മൾ ട്രാവൽ ചെയ്യുന്നു. സോ നമുക്ക് കൊച്ചി ടു ദുബായ് നമുക്ക് ഒരുപാട് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതല്ലാതെ നമുക്ക് കൊച്ചിയിൽ നിന്ന് വേറൊരു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട്, അതായത് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഡൽഹിയിലോ മുംബൈയിലോ ഏതെങ്കിലും, അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളായിരിക്കും കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്കറ്റിലോ, ഒമാനിലെ മസ്കറ്റിലോ, സൗദി അറേബ്യയിലോ, ഖത്തറിലോ വേറെ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ദുബായിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്താണ് കണക്ഷൻ ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം ഫ്ലൈറ്റുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു എയർപോർട്ടിൽ നിന്ന് മറ്റൊരു എയർപോർട്ടിലേക്ക് പോകുന്നതിന്, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതിന് നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനും കൂടി അതിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നതിനെയാണ് കണക്ഷൻ ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജിലേക്ക് വരാം. കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ട്രാവൽ കൺവീനിയൻസ് ആണ്. അതായത് ദീർഘദൂര യാത്രകളാണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് പറയാം. അതാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വരാം. അതായത് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് US ഏതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക് പോവുകയാണ്, വാഷിങ്ടൺ DC പോവുകയാണെന്ന് വിചാരിക്കാം. സോ അറൗണ്ട് ഒരു 20 hours ടോട്ടൽ ഒരു ജേർണി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും 1, 2, 3 നിങ്ങളുടെ ഡിപ്പെൻസ്, നമുക്ക് നമ്പർ ഓഫ് എയർപോർട്ട്സ്, നമ്പർ ഓഫ് സ്റ്റോപ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ലോങ് ഡിസ്റ്റൻസ് ഉള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒരു 4 മണിക്കൂർ ഇടവിട്ടിട്ട് നമുക്ക് ഫ്ലൈറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരണം നമുക്കതിന് ചൂസ് ചെയ്യാം. അതായത് നമ്മൾ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കോ, ദുബായിൽ നിന്ന് ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ കൺട്രിയിലേക്കോ, അവിടെ നിന്ന് തന്നെ US ഏതെങ്കിലും നിയറസ്റ്റ് എയർപോർട്ടിലേക്കോ, അവിടെ നിന്ന് നമ്മുടെ വാഷിങ്ടണിലേക്കോ, അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിൻ്റെ എണ്ണം കൂട്ടും കുറയ്ക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഒരുപാട് ലോങ് സ്ട്രെച്ച് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫ്ലൈറ്റിലിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 20 hours ഒരുമിച്ച് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇറങ്ങി കയറുമ്പോൾ ട്രാവൽ സിക്കൊക്കെ ഉള്ളവർക്കോ, അതല്ല മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കൊക്കെ ഒരു ആശ്വാസം അതിനകത്ത് കിട്ടും. അതായത് നമുക്കൊന്ന് മാറി കയറുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരു ഫ്രഷ് എയർ കിട്ടാനും, കൂടാതെ നമുക്ക് ജേണി ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത്, നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷൻസ് അതിനകത്ത് കിട്ടും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഇതിൻ്റെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത് ഫ്ലൈറ്റിൻ്റെ ചാർജ്. ഇപ്പോൾ എല്ലാവരും കാണുന്നത് ഫ്ലൈറ്റ് ചാർജ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ന്യൂസുകളും മറ്റും നമ്മൾ ദിവസേന നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ഒരു പരിധി വരെ നമുക്ക് എന്താണ് എയർലൈൻ ടിക്കറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ്, ഡയറക്റ്റ് ഫ്ലൈറ്റിന് നമുക്ക് മേ ബി 10,000 ആണെന്ന് വിചാരിക്കുക. ഇനി കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു 4,000, 5,000 റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ട്രാവൽ ചെയ്യാനും നമുക്ക് എന്താണ് കണക്ഷൻ ഫ്ലൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അതാണ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഇറങ്ങി ആ സ്ഥലം ഒന്ന് കാണാനോ വിസിറ്റ് ചെയ്യാനോ ഇപ്പോൾ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്തെ വിസ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അതല്ല നമുക്കിപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണെന്ന കേസ് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ കൊച്ചി ടു ഡൽഹി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഹൈദരാബാദ് ഒരു സ്റ്റോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഹൈദരാബാദ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് കണക്ഷൻ ഫ്ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു ഹൈദരാബാദ് ഇറങ്ങി അടുത്തൊരു ഫ്ലൈറ്റിലേക്ക് പോകുന്നതിന് നമ്മൾ ലേ ഓവർ എന്നാണ് വിളിക്കുക. അതായത് ഒരു എയർപോർട്ടിൽ നിന്നും മറ്റൊരു എയർപോർട്ടിലേക്ക് വേറൊരു ഫ്ലൈറ്റിൽ പോകുന്നതിനെ ആ ഒരു പ്രക്രിയനെ നമ്മൾ ലേ ഓവർ എന്നുള്ള ടൈം, ആ ഒരു പേരാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുക, നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. അപ്പോൾ ലേ ഓവർ ടൈം നമുക്ക് അത്യാവശ്യം കൂടുതലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 10 hours കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈദരാബാദ് ഇറങ്ങിയിട്ട് ഹൈദരാബാദ് സിറ്റി കാണാം. നമുക്കത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റിലേക്ക്
പോയാൽ മതി. സിറ്റി കാണുന്നവർ മാത്രമല്ല, ചിലപ്പോൾ അവിടുന്ന് മറ്റാരെങ്കിലും നമ്മുടെ അടുത്ത എയർലൈനിൽ ട്രാവൽ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ മീറ്റ് ചെയ്യാം. നമ്മുടെ കസിൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒരുമിച്ച് യാത്ര ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കാണാം. ഇത് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളുടെ കേസിലാണ്. ഇനി ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളുടെ നമ്മുടെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേറൊരു രാജ്യത്തിൻ്റെ വിസ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ US പോകുന്ന വഴി നമ്മൾ ദുബായിൽ ഇറങ്ങിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദുബായിൽ ലേ ഓവർ ടൈം ഒരു 24 hours അല്ലെങ്കിൽ ഒരു 5 hours 10 hours എത്രയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ എയർപോർട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റിയോ അല്ലെങ്കിൽ ആ സ്ഥലം വിസിറ്റ് ചെയ്യാനോ അതോ നിങ്ങൾക്ക് കാണേണ്ട ആൾക്കാരെ കാണാനോ ഒക്കെ പറ്റും. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 അഡ്വാൻറ്റേജുകൾ. ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്, പക്ഷേ അതൊക്കെ പറഞ്ഞു പോയി നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടും. സോ ഈ ഒരു 3 അഡ്വാൻറ്റേജിൽ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റുകളുടെ അഡ്വാൻറ്റേജസ് സെക്ഷൻ നമ്മൾ നിർത്തുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജിലേക്ക് വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജിൻ്റെ ചെറിയ ചില വ്യത്യാസങ്ങളാണ് നമ്മുടെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിലേക്ക് നയിക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയ കാറ്റും പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മൈക്കിലത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് തിരിച്ച് ടോപ്പിക്കിലേക്ക് വരാം. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ട്രാവൽ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും. അതായത് ചിലർക്ക് കംഫർട്ടബിളിന് വേണ്ടിയിട്ട് കംഫർട്ടായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങി മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ മറ്റു ചിലർക്ക് പെട്ടെന്ന് എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് മാത്രം നോക്കിയിട്ടായിരിക്കും നമ്മൾ മേ ബി ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് ട്രാവൽ ടൈം കൂടാൻ, അതായത് നമ്മൾ ഡയറക്റ്റ് കൊച്ചി ടു ദുബായ് നമ്മൾ നോർമൽ ട്രാവൽ ചെയ്യേണ്ടത് 4 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ അത് മേ ബി ഒരു 7 മണിക്കൂർ മുതൽ ഒരു 10, 15, 20 2 ദിവസം വരെയുള്ള സമയത്തിലേക്ക് നമുക്കത് ചേഞ്ച് ചെയ്യാം. സോ നമുക്ക് എമർജൻസി ആയിട്ട് ട്രാവൽ ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നിങ്ങളുടെ കൺസേൺ മണി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് എടുക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ആ ഒരു സിറ്റുവേഷനകത്ത് വരും. പിന്നെയുള്ളൊരു പ്രശ്നം നമുക്ക് ലഗേജാണ്. അതായത് നമ്മൾ ദൂര യാത്രകൾക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും നമുക്ക് കുറച്ച് ലഗേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മൾട്ടി എയർലൈൻ കണക്ഷൻ, ഞാൻ ആ പറഞ്ഞ ടെർമിനോളജി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് മൾട്ടി എയർലൈനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലഗേജ് ഒരു പരിധി വരെ നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു എയർപോർട്ടിൽ നിന്ന് മറ്റൊരു എയർപോർട്ടിൽ നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. അതൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അതായത് നിങ്ങൾ കൊച്ചിയിൽ നിന്ന് നിങ്ങൾ ദോഹയിലേക്ക് പോവുകയാണ്, നമ്മൾ ഏതെങ്കിലും മസ്കറ്റ് വഴി പോവുകയാണെന്ന് വിചാരിക്കും. ഒരു ഇൻ്റർനാഷണൽ നിങ്ങൾ ലേ ഓവറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് മസ്കറ്റിലേക്ക് ഇറങ്ങി മസ്കറ്റിൽ നിന്ന് നിങ്ങൾ ദോഹയിലേക്ക് നിങ്ങൾക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ട ഒരു പ്രശ്നം, നിങ്ങൾ മൾട്ടി എയർലൈൻ, അതായത് കൊച്ചിയിൽ നിന്ന് മസ്കറ്റ് വരെ നിങ്ങൾ ഒമാൻ മസ്കറ്റിൻ്റെ എയർലൈനാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക. ഒമാനിൽ നിന്ന് ദോഹയിലേക്ക് ഖത്തറിൻ്റെ എയർവേയ്സാണ്, ഖത്തറിൻ്റെ ഒഫീഷ്യൽ ഫ്ലൈറ്റാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒമാനിൽ എത്തിയിട്ട് നിങ്ങളുടെ ലഗേജ് കളക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. ലഗേജ് കളക്ട് ചെയ്ത് തിരിച്ച് നിങ്ങൾ പിന്നെയും ചെക്ക് ഇൻ കൗണ്ടറിൽ വന്നിട്ട് നിങ്ങളൊന്നും കൂടി നിങ്ങളുടെ സെക്യൂരിറ്റി ചെക്കിങ് മറ്റ് പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഖത്തർ എയർവേയ്സിലേക്ക് നമുക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രക്രിയ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. അത് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ ലഗേജ്, നല്ല വെയിറ്റ് കൂടിയ ലഗേജ് നമ്മൾ പിന്നെയും രണ്ടാമത് ചെക്ക് ഇൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് മൾട്ടി എയർലൈൻ്റെ കേസാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാം സെയിം എയർലൈൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് എയർ ഇന്ത്യയുടെയോ അല്ലെങ്കിൽ സെയിം ഒരു എയർലൈൻ ട്രാവലിംഗ് തന്നെയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എയർലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ആയിട്ടുണ്ട്. അതായത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കാനഡ എയർലൈനായിട്ട് ടൈപ്പ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 എയർലൈനുകളും തമ്മിലുള്ള ലഗേജ് അവർ തന്നെ ഇൻറ്റേർണലി കണക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരില്ല. നമുക്ക് ഡയറക്റ്റ്ലി ഫ്ലൈറ്റിൻ്റെ കാരിയർ തന്നെ അത് നമുക്ക് ആവശ്യമുള്ള ഡെസ്റ്റിനേഷനിലേക്ക് അത് എത്തിക്കും. ഓക്കെ, അപ്പോൾ മൾട്ടി എയർലൈൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലഗേജസ് പ്രോപ്പറായിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലഗേജ് മറ്റൊരു സ്ഥലത്തു നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് പിന്നെയും ചെക്ക് ഇൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അത് ടൈം കൺസ്യൂമിംഗ് ആണ്, പ്ലസ് നമുക്ക് അത് ലഗേജ് നമ്മുടെ കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യം കൊണ്ട് വരും. രണ്ടാമത് നമുക്കുള്ള പ്രധാന പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ പ്രോസസ്സാണ്. വിസയുടെ ഒരു പ്രൊസീജിയറാണ്. അതായത് നമ്മൾ മൾട്ടി എയർലൈൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്, അതായത് ഡിഫറെൻറ്റ് എയർലൈൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇൻ്റർനാഷണൽ ലേ ഓവറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ
നമ്മൾ എന്ത് സംഭവിക്കും, ഒരു രാജ്യത്ത് നമ്മൾ വന്നിറങ്ങി നമ്മൾ ലഗേജ് പുറത്തേക്ക് എടുക്കണം അല്ല, ലഗേജ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ആ എയർപോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണം, അതായത് അവിടുത്തെ ഇമിഗ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇമിഗ്രേഷൻ പ്രോസസ്സ് നമ്മൾ ആ എയർപോർട്ടിൽ ആ രാജ്യത്തെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യത്തെ ഇറങ്ങുന്ന രാജ്യത്തെ നമുക്ക് വിസ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിസ ആ രാജ്യത്ത് ഇല്ല. നമ്മൾ നേരത്തെ ഒമാൻ്റെ ഒരു കേസ് പറഞ്ഞു, കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പോകാൻ നമ്മൾ ഒമാൻ വഴി പോകാൻ നമ്മൾ മസ്കറ്റ് വഴി പോകാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒമാൻ എന്ന കൺട്രിയുടെ വിസ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി എയർലൈൻ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ആ രാജ്യത്ത് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഏതാണോ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അവിടുത്തെ എയർലൈനുകാർ തന്നെ നിങ്ങളുടെ അടുത്ത് പറയും എന്താണ്, നിങ്ങളുടെ ഒമാൻ വിസ കാണിക്കാതെ നിങ്ങളെ ദോഹയിലേക്ക് വിടാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളുടെ ദോഹ റെസിഡൻ്റ്, ഖത്തർ റെസിഡൻ്റ് ആയിരിക്കും നിങ്ങൾ, പക്ഷേ നിങ്ങൾക്ക് ഒമാൻ വിസ ഇല്ലാത്തതുകൊണ്ട് ആ രാജ്യത്ത് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് ഇൻ ലഗേജ് നമ്മൾ പുറത്തേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൺട്രിയിലെ വിസ വേണം. അപ്പോൾ ആ കൺട്രി വിസ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വിസ എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ തരത്തിലുള്ള ഫ്ലൈറ്റുകൾ ഉപയോഗിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എയർലൈൻ, സ്റ്റാർട്ടിങ്ങിലെ എയർലൈൻ തന്നെ നിങ്ങൾ എന്താണ് അത് ക്യാൻസൽ ചെയ്യും. ആ ഒരു പ്രൊസീജിയർ, ആ ടിക്കറ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക്. ഇപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇപ്പോൾ അടുത്ത് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാന കാരണം. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സെയിം എയർലൈനിൻ്റെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് വിസ ഇല്ല, വിസ ആ രാജ്യത്തിൻ്റെ വിസ റിക്വയർമെൻറ്റ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെയിം എയർലൈൻ തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക്, ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രധാനമായിട്ട് നിങ്ങൾക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഈ ഒരു കേസിൽ വരുന്നത്. അതായത് മൾട്ടി എയർലൈൻ ചൂസ് ചെയ്യുമ്പോഴുള്ള കേസിൽ, അതല്ലാന്നുണ്ടെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് ചൂസ് ചെയ്യുമ്പോഴുള്ള കേസിൽ നമുക്ക് നേരിടേണ്ടി വരുന്നത്. സോ നിങ്ങൾ ബെറ്റർ വേറൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജിൻ്റെ ഒരു കൂടെ നമുക്ക് ആഡ് ചെയ്യാം. കാരണം അതൊരു ചെറുതാണെന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. അതായത് നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ സെൽഫ് ട്രാൻസ്ഫർ, അതായത് നമ്മൾ തന്നെ സെപ്പറേറ്റ് ടിക്കറ്റുകളായിട്ട് ബുക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഞാൻ ഡൽഹിക്ക് ബുക്ക് ചെയ്തു, ഡൽഹിയിൽ നിന്ന് ഞാൻ ചെന്നൈയിലേക്ക് ബുക്ക് ചെയ്തു, ചെന്നൈയിൽ നിന്ന് ഞാൻ കൊളംബോയിലേക്ക് ബുക്ക് ചെയ്തു. പക്ഷേ അത് ഡിഫറെൻറ്റ് എയർലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ സെപ്പറേറ്റ് ഓരോ ടിക്കറ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തതെങ്കിൽ നമുക്ക് ഒരിക്കലും കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ടൈം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഫ്ലൈറ്റ് ഓൺ ടൈം ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എടുത്തു പോകും. സോ നമുക്ക് എയർലൈനുകാർ ഒരു ഹെൽപ്പും ചെയ്തു തരില്ല. ഓക്കെ, അപ്പോൾ അത് ഇൻ്റർനാഷണലി ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പോകുന്നത് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ടാണെങ്കിലോ അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള മൾട്ടി എയർലൈൻ ടിക്കറ്റ് എടുത്തതാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനോ കിട്ടില്ല. ഒരു ഫ്ലൈറ്റ് മറ്റൊരു ഫ്ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സംഭവം ഒരു ടിക്കറ്റാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിലും എയർലൈൻ നമുക്ക് ചെയ്തു തരുന്നത് ഒരു ഫ്ലൈറ്റ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ചെന്ന് സ്ഥലത്ത് ഫ്ലൈറ്റ് ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് നമ്മുടെ മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ സെയിം എയർലൈൻ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് കോമ്പൻസേഷൻ തരുന്നതായിരിക്കും സാധാരണഗതിയിൽ. മേ ബി അടുത്ത ഫ്ലൈറ്റ് അടുത്തൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർ നമുക്കൊരു 3 സ്റ്റാർ തൊട്ടിട്ട് 5 സ്റ്റാർ ഹോട്ടൽ കാറ്റഗറിയിലുള്ള ഹോട്ടൽ നമുക്ക് ബുക്ക് ചെയ്ത് തരും, നമുക്ക് ഫുഡിനുള്ള കൂപ്പൺസ് തരും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എയർലൈനുകാർ പ്രൊവൈഡ് ചെയ്യും. അവരുടെ എയർലൈൻ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തതെങ്കിൽ അവരുടെ എയർലൈൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് നമ്മുടെ യാത്ര മുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡിലേ ആവുന്നതെങ്കിൽ അത്തരം പ്രൊസീജിയർ എന്താണ് അവർ കംപ്ലീറ്റ് ചെയ്ത് തരും. അതല്ല സെൽഫായിട്ടാണ് നമ്മൾ എടുക്കുന്നത്, നമ്മൾ സ്വന്തമായിട്ട് സെപ്പറേറ്റ് ടിക്കറ്റുകൾ എടുത്തു, അതല്ലാന്നുണ്ടെങ്കിൽ മൾട്ടി എയർലൈൻ്റെ ടിക്കറ്റുകൾ നമ്മളെടുത്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ യാത്രയിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നിങ്ങൾ തന്നെ അടുത്ത ഫ്ലൈറ്റിലേക്കുള്ള ടിക്കറ്റ് സ്വന്തമായിട്ട് അടുത്ത എയർപോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാനുള്ള ചാൻസസും, കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്നില്ല എന്നുള്ള റീസണോട് നിങ്ങൾക്ക് റീഫണ്ട് ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല. സോ അത്തരം കേസുകൾ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. സോ ബെറ്റർ നമ്മൾ സെയിം എയർലൈനിൻ്റെ തന്നെ കണക്ഷൻ ഫ്ലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുക. മൾട്ടി എയർലൈൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ലേ ഓവർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇൻ കേസ് ഒരു ഫ്ലൈറ്റ് ചെറിയൊരു ഡിലേ വന്നു കഴിഞ്ഞാലും അടുത്ത ഫ്ലൈറ്റിന് അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കേസും കൂടി നിങ്ങൾ എന്താണ് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത്തരം ടിക്കറ്റുകൾ എടുക്കാൻ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. സോ ബെറ്റർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. ഞാൻ അവസാനം പറഞ്ഞ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ഒന്നും കൂടി എടുത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എന്താണ് കണക്ഷൻ ഫ്ലൈറ്റ് അല്ലെങ്കിൽ മൾട്ടി എയർലൈൻ ഫ്ലൈറ്റുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മൾ വീഡിയോ ജസ്റ്റ് സമ്മറൈസ് ചെയ്യാണ് എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റുകളുടെ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അത് നമ്മൾ സെയിം എയർലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൾട്ടി എയർലൈൻ്റെ കേസുകളും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്
നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്തത്. ഇനിയും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഡൗട്ടാണ്, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ടിക്കറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷനാണ്. മേക്ക് മൈ ട്രിപ്പ് ആയിക്കോട്ടെ, ഈസ് മൈ ട്രിപ്പ് ആയിക്കോട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ്, നിങ്ങൾ ഗോ IBBOയുടെ സൈറ്റുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് ബാങ്കുകൾക്കൊക്കെ അവർ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ആപ്ലിക്കേഷനുള്ള അവർ തന്നെ എയർലൈൻ ടിക്കറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു പെർട്ടിക്കുലർ എയർലൈൻ്റെ, ഇപ്പോൾ എയർ ഇന്ത്യ ആണെന്നുള്ള എയർ ഇന്ത്യയുടെ, ഖത്തർ എയർവേസ് ആണെങ്കിൽ ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് ആണെങ്കിൽ എമിറേറ്റ്സിൻ്റെ സൈറ്റ് ത്രൂ നമ്മൾ ബുക്ക് ചെയ്യാം. മിക്കവാറും സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്ന, അതായത് അതാത് എയർലൈനിൻ്റെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റുകൾക്കായിരിക്കും അവർ കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു 90% വരെ അവർ പ്രൊട്ടക്ഷൻ നൽകുന്നത്. അതായത് കണക്ഷൻ ഫ്ലൈറ്റുകൾ നമ്മൾ അവരുടെ വെബ്സൈറ്റ്, അതായത് ആ പെർട്ടിക്കുലർ എയർലൈനിൻ്റെ വെബ്സൈറ്റ് ത്രൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടാനും യാത്ര സ്കെഡ്യൂൾ ചെയ്യുമ്പോഴുള്ള കൂടുതൽ അഡ്വാൻറ്റേജ്, റീസ്കെഡ്യൂൾ ചെയ്യുമ്പോഴുള്ള കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടാനും ഇത്തരം ഫ്ലൈറ്റ് സൈറ്റുകൾ ആണ് നമ്മളെ, അതായത് ഒറിജിനൽ ആ എയർലൈൻ്റെ സൈറ്റുകളാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. സോ എന്നാലും നമുക്ക് റീസ്കെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് റീസ്കെഡ്യൂളിൽ ചിലപ്പോൾ ചാർജസ് ഒരുപാടുണ്ടായിരിക്കും. സോ നമ്മൾ അത്തരം പ്രോസസ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ടിക്കറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ചെയ്യണമെങ്കിൽ ഒരു അഡീഷണൽ ചാർജസ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും. ഇത്തരം എയർലൈൻ സൈറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പ്ലസ് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് കൂടുതൽ സെക്യൂർ ആക്കാനും പ്രോപ്പറായിട്ടുള്ള നമുക്ക് കോമ്പൻസേഷൻ കിട്ടാനും ഒക്കെ നമ്മൾ ഈ ഒരു എയർലൈൻ്റെ സൈറ്റുകൾ സഹായിക്കും. പക്ഷേ നമ്മളെപ്പോഴും ഒരു മണി കൺസേൺ ഉള്ള ആൾക്കാരായിരിക്കും. എസ്പെഷ്യലി നമ്മൾ മലയാളികൾ ഒരുപാട് പേര് സേവിങ്സ് നോക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും എന്തെങ്കിലും ആപ്ലിക്കേഷൻ ത്രൂവോ ചിലപ്പോൾ എന്തെങ്കിലും കൂപ്പൺ കോഡോ മറ്റോ ഉണ്ടായിട്ട് നമുക്ക് പിന്നെയും ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുമായിരിക്കും. അപ്പോൾ അത്തരം വെബ്സൈറ്റുകളിൽ നമുക്ക് ഒരുപാട് മൾട്ടി എയർലൈൻ ടിക്കറ്റുകൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വിസ കണക്ഷൻ ഫ്ലൈറ്റുകളുടെ കേസിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എയർലൈൻ കമ്പനികൾ, അതായത് ഈ മൾട്ടി ടിക്കറ്റിംഗ് കൊടുക്കുന്ന ഈ ആപ്ലിക്കേഷനുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ട്രാവലിംഗ് ആപ്ലിക്കേഷൻ, അവർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ഏറ്റവും ടിക്കറ്റ് എടുക്കുന്ന അവസാനത്തെ പ്രൊസീജിയറിലായിരിക്കും നിങ്ങൾക്ക് വിസ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് പോകുന്ന ഡെസ്റ്റിനേഷനിലെ വിസ നമുക്ക് ഉണ്ട് എന്നായിരിക്കും നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് നമ്മൾ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷൻ്റെ വിസ നമുക്ക് ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ബുക്ക് ചെയ്തെന്നിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വില കുറഞ്ഞ രീതിയിൽ നമ്മളത് ബുക്ക് ചെയ്തെന്നിരിക്കും. അപ്പോൾ എന്നിരുന്നാൽ കൂടെ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റീഫണ്ട് വളരെ കുറവായിരിക്കും. അതല്ല ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് തന്നെ കിട്ടണം എന്നില്ല. സോ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമ്മൾ സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിം എയർലൈനാണ് നമുക്ക് റെക്കമെൻഡബിൾ. മൾട്ടി എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ചാനൽ ത്രൂ നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ യാത്ര സെക്യൂർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പർപ്പസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് മെസ്സേജ് ആയിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് വരാറുണ്ട്. ബ്രോ ഇവിടെ സ്റ്റക്കായി പോയി, എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു എയർപോർട്ടിൻ്റെ വിസ നമുക്ക് ആവശ്യമുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാറുണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അവർ ഈ ഒരു കേസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് നിങ്ങളുടെ മണി ഇമ്പോർട്ടൻ്റ് ആണ്, മണി, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ പർപ്പസ്, ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയാലും ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയാലും നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് അത്രയും ഓക്കെ ആയിട്ടുള്ള സംഭവം അത് നിങ്ങൾ ബുക്ക് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ജേർണി. ട്രാവൽ ചെയ്യാൻ പോകുന്നവർക്കും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ പിന്നെയും കാണാം.